ഗൈസ്, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത്. ഇതുപോലുള്ള യാത്ര ചെയ്യുന്ന ചെറിയ ഒരു 5 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ആയിരിക്കും നമ്മൾ ഇനി ഇടാൻ പോകുന്നത്. ആലപ്പുഴയിൽ നിന്ന് വൈക്കം വരെയുള്ള ഒരു ചെറിയ ഒരു വ്ലോഗാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആലപ്പുഴയിൽ നിന്ന് ബസ്സും കയറി ഹൈവേ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഒരു പാലമൊക്കെ കയറി നമ്മൾ പുന്നമട കായലിൻ്റെ ഒരു ഭാഗം, ആ ഭാഗത്തുകൂടി കടന്നങ്ങ് പോയി. കുറച്ചങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആലപ്പുഴ ഡിപ്പോയിൽ എത്താറായി. അങ്ങനെ ആലപ്പുഴ ഡിപ്പോയിൽ എത്തി. അവിടെ ആണെങ്കിൽ ഒടുക്കത്തെ കുഴിയാണ്. മൊബൈലിൽ വീഡിയോ ഒക്കെ എടുത്താൽ മൊത്തം ഷേക്കായി. പിന്നീട് നമ്മൾ അവിടെ നിന്ന് നേരെ റോഡിലോട്ട് കയറി. അവിടെ നിന്ന് നേരെ അവിടെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിലൂടെ പാസും ചെയ്ത് നമ്മൾ നേരെ ഹൈവേയിലോട്ട് വന്ന് ജോയിൻ ചെയ്തു. അവിടെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നതാണ് ആൾക്കാർ മീൻ പിടിക്കാൻ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഹൈവേ സൈഡിൽ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് അവിടെ അത്യാവശ്യം ഇവിടുന്നൊക്കെ മീനൊക്കെ ഒഴുകി വരുന്നുണ്ട്. അതൊക്കെ ഇടയ്ക്ക് എൻ്റെ മുഖമൊക്കെ ഞാൻ കാണിക്കാൻ നോക്കി, എന്തൊക്കെയോ നടന്നു. പിന്നീട് ചേർത്തലെത്തുന്നതാണ് ഞാൻ കണ്ടത്. ഞാനാണെങ്കിൽ ഉറങ്ങിപ്പോയി. എങ്ങനെയോ ചേർത്തലയിൽ ഡിപ്പോയിലെത്തി. അവിടെ ഉള്ളന്ന് പിന്നെ ചേർത്തലയിൽ നിന്ന് ബസ് കയറുന്ന ആ വീഡിയോസൊക്കെ എടുക്കാന്നുള്ള മൈൻഡിലായിരുന്നു. അതും നടന്നില്ല. എങ്ങനെയൊക്കെയോ ചെങ്ങണ്ട പാലവും കയറി തവണക്കട എത്തിയപ്പോൾ കുറച്ച് അവർ സ്പീഡിൽ അങ്ങോട്ട് പോകുന്ന ഒരു ഏരിയ, ഈ തവണക്കടവ് ആ ഒരു ഏരിയ, അത് പറ്റാവുന്ന രീതിയിൽ കവർ ചെയ്ത് നമ്മൾ തവണക്കടവ് എങ്ങനെയൊക്കെ എത്തി. അവിടുന്ന് ടിക്കറ്റും എടുത്ത് കുറച്ച് ഇങ്ങോട്ട് വന്നു. അപ്പം നോക്കുമ്പോൾ നമ്മുടെ ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബോട്ട് വരുന്നതിൻ്റെ വിഷ്വൽസ്, പിന്നെ അവർ കയറെറിയുന്ന ആ ഒരു വിഷ്വൽസും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിയെടുക്കാമെന്ന് കരുതി അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. പതിവ് പോലെ അവിടെ നിൽക്കുന്ന ആ സ്റ്റാഫ് പുള്ളി ആ ബോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കയറ് പറഞ്ഞ് നമ്മൾ ആ പറ്റുന്ന പോലെ ആ വീഡിയോ എടുത്ത് ബോട്ടിൽ കയറി 5-10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് ബോട്ട് എടുത്തില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ബോട്ട് എടുത്ത് ആ ബോട്ടിൽ കയറി. ആ ബോട്ടിൽ നമ്മൾ ഓൾറെഡി കയറി. പിന്നീട് ബോട്ട് തിരിക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ പറ്റുന്ന പോലെയൊക്കെ എടുത്ത് നമ്മൾ കുറേ അങ്ങ് പോയി. ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന പോലെയൊക്കെ ഒരു പ്രൊഫഷണൽ ക്യാമറമാനാകാൻ നോക്കി. അതും നടന്നില്ല. പറ്റുന്ന പോലെയൊക്കെ എങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസ് എടുത്ത് പിന്നീട് നമ്മൾ യാത്ര ചെയ്യും. ആ ടൈമിൽ അവിടെ കൂടി നമ്മൾ സോളാർ ബോട്ട് ആദ്യത്തെയും കടന്നുപോയി. പിന്നെ ഇതെന്തോന്നൊന്നും അറിയത്തില്ല, കുറേ വാൾവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ ക്യാമറയിൽ പകർത്തി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പിന്നെയും പ്രൈവറ്റ് ബസ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയോ ബസ്സിൽ പിടച്ച് കയറി അവിടെ നിന്ന് നേരെ വലിയ വിലയ്ക്ക് യാത്ര ചെയ്യും. അങ്ങനെ നമ്മൾ വലിയ വില എത്തി. അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി വായിട്ട് നോക്കിയിരിക്കുക. സത്യത്തിൽ നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പല്ലേ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ നേരത്തെ വന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാൻ കഴിയില്ല. അപ്പോൾ വെറുതെ ബസ് സ്റ്റോപ്പിൽ വായിട്ട് നോക്കി കുറേ നേരം സ്പെൻഡ് ചെയ്തു. എങ്ങനെയൊക്കെയോ സ്പെൻഡ് ചെയ്ത് തീർത്തു. പറ്റാവുന്ന പോലെ കുറേ പോകുന്ന വണ്ടികളുടെ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതർ സ്റ്റേറ്റ് വണ്ടി വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കും. എന്തെങ്കിലുമൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു പരിപാടി നടക്കത്തില്ല, അവരുടെ വണ്ടിയിൽ ഉണ്ടാകുന്ന കുറച്ച് മോഡിഫിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാമെന്നൊക്കെ കരുതിയിരുന്നു. ചില പോകുന്ന വണ്ടിയൊക്കെ കണ്ടു. കുറേ കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ 1:30-2 മണിക്കാണ് സമയം. നല്ലപോലെ വിശക്കുന്ന ആ വയറുമായിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ വീട്ടിൽ കയറി. അപ്പോൾ ആ വീടിൻ്റെ അവിടെയുള്ള അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന കുറച്ച് വിഷ്വൽസൊക്കെ എങ്ങനെയൊക്കെയോ നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുത്ത്. അതും കഴിഞ്ഞ് കുറച്ചിങ്ങനെ ഇപ്പോൾ ആൻറ്റി വന്ന് നമ്മൾ സ്റ്റെയർ കയറി നമ്മുടെ ഡോക്ടറിൻ്റെ ഇരിക്കുന്ന ഏരിയയിലെത്തി. കുറച്ച് നേരം പണിയുണ്ടായിരുന്നു. അങ്ങനെ പല്ലിൻ്റെ ആ ഒരു പരിപാടിയും കറക്റ്റ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വൈക്കത്തോട്ട് നടക്കും. നേരത്തെ ബസ്സിനാണ് വന്നത്, പക്ഷെ നമ്മൾ നടന്ന്. അവർ ചെറിയ വെയിലുണ്ടായിരുന്നെങ്കിലും വിശപ്പെന്ന ആ സാധനത്തിൻ്റെ ഇതുകൊണ്ട് നമ്മൾ പറ്റാൻ അത്ര സ്പീഡിൽ നടന്ന് എങ്ങനെയും വീട് പിടിക്കണം എന്നുള്ള മൈൻഡിൽ നമ്മൾ നടന്നു. ഫോണിനാണെങ്കിൽ ചാർജും ഇല്ല, ഒന്നുമില്ല. നമ്മളപ്പോൾ എങ്ങനെയൊക്കെയോ നടന്ന് വൈക്കത്തെത്തി. ആ ടൈമിലാണ് ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ഒരു പെജീറോ കിടക്കുന്നുണ്ട്. പറ്റുന്ന പോലെ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ബോട്ടിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ നേരെ കയറി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് എടുത്ത് നമ്മൾ ബോട്ടിൽ കയറാറായി കഴിഞ്ഞപ്പോൾ പിന്നെയും ചാർജിൻ്റെ അലർട്ട് വന്നു. ഒട്ടും ചാർജില്ല. ഏകദേശം 10% ചാർജുള്ള ടൈമിലാണ് നമ്മൾ പിന്നെയും വീഡിയോസൊക്കെ എടുക്കുന്നത്. പിന്നെ ആ ടൈമിൽ അവിടെ കൂടി ഒരു ജങ്കാറും കടന്നുപോയി. പിന്നെ നമ്മൾ പറ്റുന്ന പോലെ വേറൊരു ബോട്ടും ആ ഒരു ഏരിയ കൂടി കടന്നു പോകുന്ന ആ വിഷ്വൽസും എടുത്ത് പിന്നെ എങ്ങനെയൊക്കെയോ പറ്റുന്ന രീതിയിലൊക്കെ ഒപ്പിച്ച് കുറച്ച് വീഡിയോസും കൂടി എടുത്ത് വീഡിയോയുടെ ലെങ്തും ഫോണിൻ്റെ ചാർജും പരിഗണിച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, പറ്റുന്ന പോലെ സബ്സ്ക്രൈബും ചെയ്യുക.